ഇല്ല, ഞാൻ ഒരിക്കലും പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല. ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണ് ഉയർന്നു വരിക? ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസ് എന്താണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, കോൺഗ്രസിന് ഇവിടെ വോട്ടുണ്ട്, സ്വാതന്ത്ര്യസമര ചരിത്രം അവർ പറയുന്നുണ്ട്, അതിന് കുറച്ച് വോട്ടുണ്ട്, നെഹ്റു കുടുംബത്തിന്റെ വോട്ടുണ്ട്, മുസ്ലിം ലീഗിന് അവരുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുണ്ട്, BJPക്ക് ഹൈന്ദവ സമുദായത്തിന്റെ വോട്ടുണ്ട്, കേരള കോൺഗ്രസിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വോട്ട് പറയുന്നത് എന്താ? ഇവിടുത്തെ സാധാരണക്കാര്, ഇവിടുത്തെ പാവപ്പെട്ടവര്, ഇവിടുത്തെ കർഷകര്, ഇവിടുത്തെ കർഷക തൊഴിലാളികള്, ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചുമട്ട് തൊഴിലാളികള്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവര്, തെരുവോര കച്ചവടക്കാര്, ഈ തുടങ്ങിയിട്ടുള്ള സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളുടെ വിഷയങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് അവർക്ക് ആശ്വാസം നൽകുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ലോക്കൽ ലീഡേഴ്സാണ്. അവർക്ക് ഗവൺമെന്റിൽ ഒരു സേ ഇല്ല. അവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു ലൈഫ് പദ്ധതിയുടെ വീടിന് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കൊടുത്തത് ചോദ്യം ചെയ്യാൻ പാടില്ല. വില്ലേജ് ഓഫീസിൽ പോയി ഈ പറയുന്ന വില്ലേജ് ഓഫീസർമാർ കാണിക്കുന്ന അനീതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന ഒരു ബൈക്ക് പിടിച്ചാൽ 3 സഖാക്കളാണെങ്കിൽ ആ 3 ആളെ പേരിൽ FIR ഇടുന്ന സ്ഥിതിവിശേഷം എന്താണെന്ന് പോയി ചോദിക്കാൻ യാതൊരു അർഹതയില്ല. അങ്ങനെ ചോദിച്ചാൽ അവരെ പോലീസ് കേസിൽ കൊടുക്കുന്ന അവസ്ഥ ഈ നാട്ടില്. എത്ര സഖാക്കളുടെ പേരിൽ കേസെടുത്തു? അപ്പോൾ ആ ഒരു വിഷയം, പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടി ഓഫീസിൽ പാവങ്ങളെ കത്തുമായി വരും, ഇന്നും വരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാണ് പാർട്ടി സെക്രട്ടറി അവിടെ ഇരിക്കുന്നത്. ആ വരുന്ന വ്യക്തിയുടെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് എന്തായി? ആ കുടുംബം ഈ പാർട്ടിയിലേക്ക് വരികയാണ്. ഇന്ന് ആ കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ആരെയും വിടാൻ പറ്റുമോ? ഇപ്പൊ നിലമ്പൂർ അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം. അങ്ങാടിയിൽ ആ കയറ്റം കയറി വരുന്ന റെസ്റ്റ് ഹൗസിന് മുമ്പിലാണ്. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോറിക്ഷയിൽ പോകുന്ന പാർട്ടി സെക്രട്ടറി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. എന്താ അറിയോ? ഈ സാധുക്കൾ കണ്ടാൽ സഖാവെ ഒന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. ഇറങ്ങിയ നാണക്കേടാണ്, നടക്കൂല. പാർട്ടി ഓഫീസുകളിൽ ആളുകൾ പൊതുപ്രശ്നവുമായി വരാതായി. എപ്പോഴും ആളുണ്ടായിരുന്നു പാർട്ടി ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള വിവിധ പ്രശ്നങ്ങളുമായി വന്നിട്ട്. അപ്പോ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു പ്രശ്നം നടക്കുന്നത് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിച്ച് പോയിരുന്ന സഖാക്കള് അവിടെ പോയി പെടാതിരിക്കാൻ ഓട്ടോറിക്ഷ എടുത്ത് ഇടവഴി വഴി പോകുന്ന ഞാൻ കാണുകയാണ്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ്. ഹലോ സാർ, CI സാറല്ലേ? സുഖാണ് സാർ, കുറേ ദിവസമായി മിണ്ടിയിട്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച പ്രശ്നം, പാവപ്പെട്ട സഖാവാണ്, എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അല്ലേ? ഈ സ്ഥിതിയായിട്ട് എത്രയായി? ഇതാ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടല്ല. പാവപ്പെട്ട വീടുണ്ടാക്കുന്ന ലൈഫ് പദ്ധതിയിൽ ഞാൻ ആദ്യം ഉന്നയിച്ച വിഷയം അതാണ്. നിങ്ങൾ അതിലേക്കൊന്നും വരുന്നില്ല. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാ, ലൈഫ് പദ്ധതി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ്. ഇതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ ആരും നിൽക്കരുത്, എല്ലാവരും ഇതുമായി സഹകരിക്കണം. എന്താ സുജിത്ദാസുമായി ഉണ്ടായ ആദ്യത്തെ പ്രശ്നം? ഈ ശശിധരനുമായി ഉണ്ടായ അവസാനത്തെ പ്രശ്നം എന്താ? ഇതല്ലേ വിഷയം? മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഈ ഗവൺമെന്റിന് എതിരാക്കുക, പൊതുവിൽ ജനവികാരം. ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സഖാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ, ചെറിയൊരു ആശ്വാസമുണ്ട്. 5000 റുപ്യ ഫൈനിട്ട് 500 ആയിട്ടുണ്ട്. ഒരു ലോറിയില് ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ 30,000 40,000 അനുമോദനമൊക്കെ അറിയാലോ. നിങ്ങളിതിന് മിണ്ടാര്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഇപ്പൊ 30,000 ഒന്നുമില്ല. ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവുകയാണ്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ ഏറ്റുപറഞ്ഞത്. അത് ഞാൻ ഏറ്റുപറഞ്ഞതാണ് എന്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും.
ആ ഏറ്റ് പറഞ്ഞ് തുറന്നുകൊണ്ടിരിക്കും. സെക്രട്ടറി പറയുന്നത് അൻവർ ഉന്നയിച്ച ആളുകൾ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, പാർട്ടിയും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ കൃത്യമായ അന്വേഷണങ്ങളും പാർട്ടി നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻവർ അനാവശ്യമായ വിമർശനങ്ങളും പരസ്യ പ്രസ്താവനകളുമായി വീണ്ടും രംഗത്ത് വന്നതെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് അച്ചടി ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം ആവുമോ? കത്ത് കൊടുത്തല്ലോ, റിദാൻ ബാസിൽ ഇതാ ഇടവണ്ണയാണല്ലോ. ഈ SIT ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ SIT ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസം മുമ്പ് എന്താ ഇടവണ്ണ പോലീസ് ചെയ്തത്? ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ മഞ്ചേരി കോടതിയിൽ പോയിട്ട് പറഞ്ഞു റിദാൻ ബാസിലിന്റെ ഫോൺ അന്ന് നഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നു. ആ ഫോണുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഈ വിചാരണ തൽക്കാലം നിർത്തിവെച്ച് റീ ഇൻവെസ്റ്റിഗേഷന് പെർമിഷൻ തരണം. കൊടുത്തില്ലേ കോടതി? ഇനി SITക്ക് ഇത് അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കേസ് എങ്ങനെ 2 ഏജൻസി അന്വേഷിക്കുക? ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരമാണ് വീണ്ടും ഇടവണ്ണ പോലീസ്. ഈ ഇടവണ്ണ പോലീസാണ് ഈ കേസ് മുക്കിയത്. അതായിരുന്നു എന്റെ പരാതി. ആ പരാതി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നേരെ SITയുടെ അന്വേഷണ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ഞാൻ വിളിച്ചു പറഞ്ഞു, കത്ത് കൊടുത്തു. ഇതാണോ സത്യസന്ധമായ അന്വേഷണം നടക്കുക എന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്? ഞാനിത് കാത്തിരിക്കണോ? ഇപ്പൊ എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നവർ ഈ 188 പ്രതികളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരിൽ ഒരാളെ പോലും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. നമ്മളിത് കഴിഞ്ഞ് അങ്ങോട്ടാ പോകുന്നത്. അല്ല, ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ പൂർത്തിയട്ടെ. ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു. ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. അച്ചടി ഭാഷ കൊണ്ട് മാത്രം പോരാ, അദ്ദേഹം അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. അങ്ങനെയല്ല നടക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? കൊണ്ടോട്ടിയിലേക്കാ. ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക, ആ തട്ടാനെങ്കിലും അത് പോയി നോക്കൂ എന്നെ അന്വേഷണ ഏജൻസിയോട്. ഒരാളും പോയി നോക്കിയിട്ടില്ല. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടാണല്ലോ, ചില കൊണ്ടോട്ടി. ഈ പണിയൊക്കെ എന്താ എന്നെ കൊണ്ടെടുപ്പിക്കുന്നത്? എന്നിട്ട് വസ്തുനിഷ്ഠമായ, ഇതാണ് വസ്തുനിഷ്ഠമായ അന്വേഷണം. മറ്റേത് ഇയാളുടെ മാമി കേസ് തിങ്കളാഴ്ച പൊതുയോഗം വിളിച്ചിട്ടുണ്ട് ഞാൻ കോഴിക്കോട്. ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു, കോഴിക്കോട് ജനതയോട് നമ്മൾ സംസാരിക്കണ്ടേ? ഒരു മനുഷ്യൻ അങ്ങാടിയിൽ നിന്ന് ഉച്ചക്ക് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് 13-14 മാസമായി ഒരു വിവരമില്ല. ആരന്വേഷിച്ചാലും ഇത് കാണുന്നില്ല. ഇത് അന്വേഷിച്ച് സത്യസന്ധമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ SITയുടെ ഭാഗമായി, എന്റെ പരാതിയുടെ ഭാഗമായി അന്വേഷിച്ച് 3 ദിവസം പോയിട്ടുള്ളൂ ക്രൈംബ്രാഞ്ച് SP. അതാ മാറ്റുന്നു അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക്. പോലീസിൽ നിന്ന് എക്സൈസിക്കാ പ്രൊമോഷൻ കൊടുത്ത്. നോക്കണം നിങ്ങൾ. NIയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടനവധി പ്രമാദമായ കേസുകൾക്ക് തുമ്പുണ്ടാക്കിയ വളരെ സത്യസന്ധനായ ഒരു ഓഫീസറാ. ആ കുടുംബം പറഞ്ഞു ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഇതാണോ വസ്തുനിഷ്ഠമായ അന്വേഷണം? ആ കുടുംബം കത്ത് കൊടുത്തിട്ട് എത്ര ദിവസമായി? ഈ പാർട്ടി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒറ്റ ആവശ്യമുള്ളൂ, ഞങ്ങളെ വാപ്പാനെ കാണാനായിട്ട് 13 മാസമായി. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ലായിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ SP അന്വേഷിച്ചതിൽ സത്യസന്ധമായ ചില കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയും ഞങ്ങൾക്കത് പറയാനും കഴിഞ്ഞു. മുമ്പ് അത് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ അന്വേഷണം തിരിച്ചേൽപ്പിച്ച അഡീഷണൽ ചാർജ് അവിടുന്ന് മാറ്റാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനും കത്ത് കൊടുത്തതാ. ഒരു അഡീഷണൽ ചാർജ് ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഹെഡായിട്ട് അദ്ദേഹത്തെ വെക്കണം. ആ കേസ് അന്വേഷണത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം IG പ്രകാശ, ക്രൈംബ്രാഞ്ചിന്റെ. അദ്ദേഹത്തെ എങ്ങോട്ട് മാറ്റി? ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഹരിയാന, അവിടെ ചാർജ് കൊടുത്തു. ഇപ്പൊ ഹെഡില്ല, IG ഇല്ല ക്രൈംബ്രാഞ്ചിന്. ഇങ്ങനെ ഈ നാടകം നടത്തുമ്പോൾ വസ്തുനിഷ്ഠമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഞാനിത് വിളിച്ചു പറയല എന്ത് ചെയ്യുന്നു? പാർട്ടി പറഞ്ഞത് ഞാൻ അനുസരിച്ചു. പക്ഷെ ഞാൻ പാർട്ടിയോട് പറഞ്ഞ റിക്വസ്റ്റിൽ പാർട്ടി പരിഗണിച്ചതേ ഇല്ല. ഈ വസ്തുതാപരമായി ഇത് അന്വേഷിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടിയെ സ്നേഹിക്കണല്ലോ. പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും പഠിച്ചിട്ടില്ല. ഈ ഇരിക്കുന്നവരിൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മാർക്സും ആംഗിൾസും എഴുതിയത് വായിച്ച് പഠിച്ചിട്ട് വന്നവരെന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി അങ്ങനെയൊന്നും മാർക്സ് പാർട്ടിന്റെ ലീഡർഷിപ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന, തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന, സമൂഹത്തിലെ അധസ്ഥിതരായിട്ട് പോരാടുന്ന ഒരു സംഘടന. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താ? രാജ്യത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിലപാടെടുക്കുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇങ്ങനെ പല ബേസിലാണ് ഈ പാർട്ടിയിലേക്ക് ആൾ വന്നിട്ടുള്ളത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ
പാർട്ടി സെക്രട്ടറി പറയുന്നിടത്താണോ സത്യം? അതല്ല ഈ നാട്ടിൽ ഇത് അനുഭവിക്കുന്ന സാധാരണ മനുഷ്യരുടെയും പാർട്ടി പ്രവർത്തകരുടെയും അനുഭവം ഇതാണ്. അത് അവർ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചോട്ടെ. ഞാൻ ആ പാർട്ടിക്കൊപ്പാണ്. ഏത് പാർട്ടിക്കൊപ്പം? ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്കൊപ്പം, ഈ പാവങ്ങൾക്കൊപ്പാണ് ഞാൻ. അതിൽ തർക്കമില്ല. എങ്ങനെ ഓ അത് കുഴപ്പമില്ലാന്നേ. ഞാൻ നിലമ്പൂർ പോയ കഥ പറഞ്ഞല്ലോ. ഞാൻ മത്സരിക്കാൻ പോകുമ്പോഴുള്ള സംഭവം പറഞ്ഞില്ലേ? കേട്ടില്ല നിങ്ങൾ? അന്ന് ഇതേപോലെ ആയിരുന്നല്ലോ. ആ പാർട്ടി സഖാക്കളെ മുഴുവൻ തിരിച്ചു വിട്ടിരുന്ന ഒരു വിഭാഗം PV അൻവർ മുർദാബാദ് എന്ന് പറഞ്ഞു. എനിക്ക് പാർട്ടി ഫൈനൽ 2016 തെരഞ്ഞെടുപ്പിൽ സീറ്റ് പ്രഖ്യാപനം നടന്നിട്ടില്ല. പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ്. ഞാൻ ആര്യാടൻ്റെ ബന്ധുവാണ്. ആര്യാടൻ ശോകത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ ഒരു വിഭാഗം പൈസ കൊടുത്ത് പാർട്ടിയെ സ്വാധീനിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. അതുകൊണ്ട് അൻവറിന് നിലമ്പൂരിലേക്ക് പ്രവേശനമില്ല എന്നായിരുന്നു അന്ന്. 25 പാർട്ടി ഓഫീസുകൾ പൂട്ടിയെന്ന്. എടക്കര ഏരിയ കമ്മിറ്റി ഓഫീസ് പൂട്ടി. പലരും സ്ഥാനത്തുനിന്ന് വിട്ടു. ആ അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് ഞാനവിടെ വരുന്നത്. ഞാൻ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സഖാക്കളാണ്, അവർ പാവങ്ങളാണ്. അവരെ ഈ പറഞ്ഞത് ഒറ്റയടിക്ക് അവർക്ക് അതേ മനസ്സിലാവൂ. 42 ദിവസം ഉണ്ടായിരുന്നു അന്ന് ഇലക്ഷന് നോമിനേഷൻ കൊടുത്തിട്ട്. 20 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് PV അൻവർ മുർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കള് സത്യം മനസ്സിലാക്കി. PV അൻവർ സഖാവെ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നിലമ്പൂരിൽ. അപ്പൊ അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെ എന്ന്. അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക്. അത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല ഉറപ്പല്ലേ? കേരളത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 2011 എറണാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ച്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അഷ്റഫ് മാഷ്. 2400 വോട്ടാണ് കിട്ടിയത്. വെറും 2400. LDFന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നോട് ഏറ്റുമുട്ടിയിട്ട് കെട്ടിവെച്ച കാശ് ആർക്കുണ്ടായില്ല. LDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായില്ല. അത് CPM അല്ല, CPM LDFന്റെ ഭാഗമല്ലേ? പിണറായി വന്ന് പ്രസംഗിച്ചില്ലേ? ഈ പറയുന്ന VS വന്ന് പ്രസംഗിച്ചില്ലേ? എല്ലാ LDFന്റെ നേതാക്കന്മാരും രംഗത്തുണ്ടായിരുന്നില്ലേ? അപ്പോ ഞാൻ രണ്ടാമതെത്തിയത്. PK ബഷീർ 10,000 വോട്ടിനാണ് ജയിക്കുന്നത്. അത് ഒരാളുടെയും പിന്തുണല്ലാതെ ഈ പറയുന്ന സാധാരണ മനുഷ്യരുടെ പിന്തുണയിൽ മത്സരിച്ച. അത് കഴിഞ്ഞ് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചല്ലോ വയനാട്ടിൽ 2014. ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതൊക്കെ ഇവർക്കെതിരെ ഞാൻ നടത്തിയ എൻ്റെ പോരാട്ടമാണ്. പിന്നെ 16 ഞാൻ എന്തായാലും നിലമ്പൂരിൽ മത്സരിക്കാൻ പോകുന്നു. പാർട്ടി വന്ന് എന്നോട് ചോദിച്ചത് ഞങ്ങൾ പിന്തുണ എന്നാൽ മത്സരിക്കുമോ? ഞാൻ എന്തായാലും മത്സരിക്കുകയാണ്. പിന്തുണ നിങ്ങൾക്ക് നൽകണമെങ്കിൽ നൽകാമെന്ന് പറഞ്ഞു. പാർട്ടി പിന്തുണച്ചു, ഞാൻ ജയിച്ചു. ഇത്രയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പാർട്ടി മെമ്പർമാർക്കും പാർട്ടിയുടെ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ ഇന്നലെ പറഞ്ഞത് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പോലും പൂജ്യം കിട്ടു എന്നുള്ളതാണ്. അല്ല, ഞാൻ മാഷ് ഇന്ന് അത് പറഞ്ഞത് വളരെ വ്യക്തമാണ്. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിന്റഡ് മാറ്ററാണത്. പക്ഷെ ഇവിടെ നടക്കൂല. മനസ്സിലായോ? വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ അവർ ഞങ്ങളെന്നെ സംസാരിക്കില്ല. പിന്നെ പാവം മാഷ് അത് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് അതല്ലേ പറയാൻ പറ്റൂ. അത് പാർട്ടി ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഏത് വലിയവനെയും വിമർശിക്കാനുള്ള അതാണ് ഈ പാർട്ടിയുടെ ശക്തി. സ്വയം വിമർശനവും ഉൾപാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി വിമർശനവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് എഴുതി വെച്ച ഈ സാധനം ഉണ്ടല്ലോ. എന്താണ്? ഇങ്ങോട്ട് നോക്ക്. ആ ബുക്ക്, ആ ഭരണഘടന, അത് അട്ടത്താ. ആ സാധനം തൊട്ടാൽ അപകട. അപ്പൊ അതൊന്നുമില്ല. ഒരു പാർട്ടി ലൈൻ ഇങ്ങനെ വരിച്ചെടുക്കും പാവപ്പെട്ട സഖാക്കൾക്ക്. ഇത് പാർട്ടി ലൈനാണ്, ഇതിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് പാർട്ടി ലൈനാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ആ പാർട്ടി ലൈൻ വേണം. EMSന്റെ കാലത്ത് ആ പാർട്ടി ലൈൻ പ്രാവർത്തികമായിരുന്നു. AKGന്റെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. നാനാരുടെ കാലത്ത് പ്രാവർത്തികമായിരുന്നു. കാരണം ഇവരൊക്കെ പോരാടിയിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാ. അപ്പൊ അവർക്ക് വരക്കായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങളെ കാര്യം ഞങ്ങൾ നോക്കും എന്ന് അവർ നോക്കുകയും ചെയ്യും. അങ്ങനെ ആ സഖാവത് നോക്കുമെന്ന ഉത്തമ വിശ്വാസം പാർട്ടിയിലെ താഴേക്കടലിലെ സഖാക്കൾക്കുണ്ടായിരുന്നു. അത് ആ പാർട്ടി ലൈനിന് അപ്പുറം അവർ നിൽക്കണ്ടതിന് കാരണം എന്താ? ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ സമ്മേളനങ്ങളും ഈ അൻവറിനെതിരെ ഇപ്പൊ സമരം തുടങ്ങുന്നു ഒക്കെ പറയും. നിങ്ങൾ ആർക്കട്ടെ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ
ഈ പാർട്ടി നേതാക്കന്മാർ ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനയുടെ അടിയിലെ കമന്റ്സ് നിങ്ങൾ വായിക്കൂ. അവർ സഖാക്കളല്ലേ. അപ്പം ഇതിങ്ങനെ പറഞ്ഞു നിർത്താവുന്ന ഒരു കാര്യമല്ല. യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥ സഖാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വിമർശനം ഉന്നയിക്കുന്നവർക്കൊന്നും ഇനി പാർട്ടിയുടെ സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അൻവർ പുറത്താക്കലുകൾ തോന്നുന്നത്. അല്ല, പാർട്ടിയിൽ സ്ഥാനം മാത്രമല്ല, ആളുകൾ ഇങ്ങനെ മനസ്സ് മടുത്ത് ഒഴിഞ്ഞു പോകും. മക്കളെ വരെ എന്താ ചെയ്യുക? ഇപ്പം എത്ര ഗുണദോഷിച്ചിട്ട് ഒരു മകൻ എങ്ങനെ പറഞ്ഞാലും വേദന അച്ഛനമ്മ എന്താ ചെയ്യുക? കുറേ പറഞ്ഞു കൊടുക്കും, കുറേ തല്ലി നോക്കും. ഇതൊന്നും നടന്നില്ലെങ്കിൽ പോണേലെ പോട്ടെ എന്ന് പറയും അല്ലേ? അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ അവസാനത്തെ അടിയാണ് കിട്ടിയത്. തല്ല് കിട്ടിയതാണ് ഏത്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞിട്ടും ഇതൊന്നും പരിശോധന ഇല്ലെങ്കിൽ ജനങ്ങൾ പല വഴിക്കും പിരിഞ്ഞു പോകും. അതാണ് പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇപ്പൊ ടീച്ചർ മത്സരിച്ചല്ലോ വടകരയിലല്ലേ? നമുക്കൊക്കെ ടീച്ചർക്ക് എന്തായാലും കുറച്ച് വോട്ടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നില്ല ജനം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരെ കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ 1 ലക്ഷം വോട്ടിന് ഓരോരുത്തരും ജയിക്കുമോ? ഒരു 50,000 വോട്ടെങ്കിലും ടീച്ചർക്ക് കിട്ടിയിരുന്ന ടീച്ചർ ഒരു 50,000 വോട്ടിലല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വ്യത്യാസമുണ്ടോ? ഒരു വോട്ട് കിട്ടിയോ? എന്തേ? ടീച്ചറോടുള്ള വിരോധമാണോ? അല്ല, പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്ത, പ്രതിഷേധം രേഖപ്പെടുത്തിയ പിണറായി അടക്കം ഉണ്ടായില്ലേ? കണ്ണൂരിലെ മിക്ക ഈ ഡിവിഷനുകളിലും ഇവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥികളുടെ മെജ കൊണ്ടൊന്നുമില്ല ഇവരൊക്കെ ജയിച്ചു കയറിയത്. പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. അത് വിലയിരുത്തിയോ ഈ പാർട്ടി വിലയിരുത്തിയോ? 100 സഖാക്കളെ വിളിച്ച് ചോദിച്ചോ എന്താ നിങ്ങളിങ്ങനെ വോട്ടിങ്ങിനാവാൻ കാരണമെന്ന്? അപ്പൊ എന്താ ഈ പറയുന്ന പോലെ എന്തൊക്കെയോ പറയും മാഷ്. എനിക്ക് ആ മലയാളം അറിയില്ല, കാരണം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമല്ലോ ഇവർ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ആ ഭാഷ അറിയില്ല. പക്ഷെ ഇതിലൊരു മനുഷ്യന്റെ ഭാഷ ഉണ്ട്. എന്താണ്? ഇങ്ങനൊരു വിഷയമുണ്ടായാൽ ഓരോ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരെ, ആ പാർട്ടിക്കും വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, അവരെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. എന്ത് സഖാവ് ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിച്ചാൽ ആ സഖാവ് പറയും നിങ്ങൾ ഈ നിലപാടുകൾ ശരിയല്ല, ഇത് പാർട്ടിയുടെ നിലപാടല്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാനെന്നോ ചിന്തിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ഇങ്ങനെ ചെയ്തത് എന്ന് അവർ പറയും. ചോദിച്ചവരാരെങ്കിലും? എനിക്കും അറിയില്ല. ഇപ്പൊ സെക്രട്ടറി പറയുന്നത് പോലെ ബഹുജന സംഘടനകളായിട്ടൊന്നും ഒരു ബന്ധമില്ല, പ്രവർത്തിച്ചില്ല എന്ന് ആയിക്കോട്ടെ, സമ്മതിച്ചു, അത് നാട്ടുകാർക്ക് അറിയാം. നമുക്കുണ്ട് ഇവരൊക്കെ ആയിട്ട് ബന്ധം, ഇവരോടൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നടത്തിയൊരു അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല, മനസ്സിലായോ? ഇതിലെ എന്താ 7ാം കൂലിയായ PV അൻവർ, ഏതോ എന്താ പറയാ അലഞ്ഞു തിരിഞ്ഞിടുന്ന കോൺഗ്രസ്സുകാരൻ ഈ പാർട്ടിക്ക് കയറി വന്ന 7ാം കൂലിയായ PV അൻവർ ഇതിന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ 7ാം കൂലിയുടെ വിവരം പോലും, അല്ലെങ്കിൽ ആ വലിഞ്ഞു കയറി വന്ന ആ പഴയ കോൺഗ്രസ്സുകാരന്റെ താല്പര്യം പോലും ഈ പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് അതുപോലും പരിശോധിക്കാൻ തയ്യാറാകാതെ എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഞാൻ ഇന്നലെ ഏതൊരു വാർത്തക്കാരോട് പറഞ്ഞു, ഒരു സ്ത്രീ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ സ്വർണ്ണമാല പൊട്ടി കിണറ്റിലേക്ക് വീണു, അത്യാവശ്യം വെള്ളമുണ്ട് കിണറ്റിൽ. നാട്ടുകാരിൽ പലരും മുങ്ങലറിയുന്നവരൊക്കെ വന്ന് മുങ്ങി, ആര് തപ്പിയിട്ടും കണ്ടില്ല. അപ്പൊ ഒരു വഴിപോക്കൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ ആളുകളൊക്കെ ഇനി അത് കിട്ടൂലാറിന് തിരിഞ്ഞു വരിക. അപ്പൊ ഈ വഴിപോക്കൻ നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഇങ്ങനെ മാല കിണറ്റ് ചാടിയിരുന്ന് തെരഞ്ഞിട്ട് കാണുന്നില്ലാണ്. ഇവരങ്ങോട്ട് പോയി വഴിപോക്കനെ കയറെടുത്ത് ഇറങ്ങി, അവൻ മുങ്ങിയപ്പോൾ തന്നെ ഈ മാല കിട്ടി. അവന് കൂക്കി വിളിച്ച് എല്ലാവരും കൂടി വരുന്നവരെ അടി നിനക്ക് എങ്ങനെയത് കിട്ടിയത് വെച്ചിട്ട് ആ സ്ഥിതിയല്ലേ പരിക്ക്. ആ വഴിപോക്കനുണ്ടായ സ്ഥിതി ഇവനാരിതൊക്കെ പറയാൻ? ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ, ഒരു മൗലിക സംഘടനയായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ, ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ടോ ഒരു ആയിക്കോട്ടെന്ന്. ആ വഴിപോക്കന് ഇപ്പൊ ഒരു മാല കിട്ടിയതല്ലേ ഇതിന്റെ പ്രശ്നം? ആ വഴിപോക്കൻ ഈ പാർട്ടി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്നുള്ള നടത്തിയ പരിശോധന പോലും ഈ പാർട്ടി നടത്തിയിട്ടില്ല. അവർക്ക് ഇപ്പോഴും വിവരം മനസ്സിലായിട്ടില്ല. ഞാൻ ഇനി ജനം തീരുമാനിച്ചോട്ടെ, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഞാൻ പുറത്തു പോലും, ഞാൻ ആദ്യം പുറത്താ. ഞാൻ പറഞ്ഞ കാവലൊക്കെ സെക്യൂരിറ്റി പണിയിരുന്നു. അപ്പൊ സെക്യൂരിറ്റി പണി ഗേറ്റിന്റെ അകത്താണ് ഉണ്ടാവുക. ഞാൻ ഗേറ്റിനെ പുറത്ത്, ഞാൻ റോട്ടിൽ നിൽക്കും. വരുന്നവരോട് ഹലോ ലാൽ സലാം സഖാവേ, ലാൽ സലാം, ഞാൻ റോട്ടിലുണ്ടാവും. ഈ വിഷയത്തോട് ഞാൻ ഉന്നയിച്ച ഈ വിഷയത്തോട് അത് ശരിയാണെന്ന് തോന്നുന്ന ഏതെങ്കിലും സഖാവ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ കോക്കസിന്റെ ഈ പറയുന്ന
രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ തമ്മിലുള്ള ഈ കോക്കസ് ഉണ്ടല്ലോ, ആ കോക്കസിന്റെ ഭാഗമാകാൻ തയ്യാറില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോക്കസിനെങ്കിലെ പോരാട്ടത്തിൽ അവരെ എൻ്റെ കൂടെ അണിചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനിത് നിർത്താനല്ല, ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു പാർട്ടിക്ക് എതിരല്ല. ഞാനെന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധം അങ്ങേയറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും ഒരു നീതിയില്ല. ഞാൻ ആവർത്തിച്ചതാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഈ ഭരണത്തിൽ ഒരു നീതിയും കിട്ടാത്തത്. അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ്. അവരെ ചേർത്ത് നിർത്തി ഈ പോരാട്ടം ഞാൻ നയിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആരാണ് വരുന്നത്? നിലമ്പൂരിൽ ഞാനൊരു ജീപ്പ് കെട്ടിയതിൻ്റെ മുകളിൽ കയറി എന്ന് ഞാൻ പറയും. അത്രേ പറയുന്നുള്ളൂ. 16 മണ്ഡലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോവാം. 16 മണ്ഡലങ്ങളിലും ഒരു 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 മഹീന്ദ്ര ജീപ്പിൽ 2 മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്നവനെ വിളിച്ചു പറഞ്ഞു നടക്കൂലേ, അതേപോലെ ഞാൻ നടക്കാൻ പോവാ. ഒരാളും വരണ്ട. എന്നിട്ട് ആളുണ്ടെങ്കിൽ മതിയെന്ന്. ഈ ജനത്തിന് ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. എത്ര ദിവസം കിടക്കും? കിടന്ന സ്ഥലത്ത് പല സ്ഥലത്തും കണ്ടല്ലോ. ഒരു സാമൂഹ്യ ബോധമില്ല. ഈ നാട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തയില്ല. അവരെ ഒന്ന് തട്ടി ഉണർത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ ഐസ്ക്രീം പൊരിച്ചാ കഴിക്കുന്നത്. മനസ്സിലായെല്ലാം തിന്ന് കഴിഞ്ഞു. ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ ഐസ്ക്രീം പൊരിക്കാൻ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ആദ്യം കേട്ടപ്പോൾ അന്തം വിട്ടു. എന്താണ് ഈ ഐസ്ക്രീം പൊരിക്കേ? അപ്പൊ നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് ഇരുമ്പ് കട്ട പോലെ ആക്കിയിട്ട് നേരെ തളച്ച വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇടും. അവിടെ ഒറ്റ കൊരല. അപ്പോൾ ഉള്ളിൽ ഐസ്, പുറത്ത് വേവും. ഇത് പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? ഭക്ഷണത്തിലേ ഈ ഒരു പണിയല്ലാതെ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഇവർക്ക് വേറൊരു പണിയില്ല. ഇത് പണിയാ. മറ്റേ സോഡ ഉണ്ട്. എന്ത് സോഡ? ഇത് ഇഞ്ചി സോഡ എന്നൊക്കെ. സാധാരണ മനുഷ്യനെ കുടിച്ചാൽ തലമിന്നി വീഴുന്നതാണ്. അത് കൂടുതലൂരാ കിട്ടുക. ഇവിടുന്ന് വണ്ടി വിടുക. ഏതാ സോഡ കുടിക്കാനേ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പോവാണ്. ഇതാണ് യുവാക്കള്. ആ യുവാക്കളോടെ സംസാരിക്കാനുള്ളത്. അപ്പൊ ഞാൻ സംസാരിച്ച് നോക്കും. ഇവരെ ഉണർത്താൻ പറ്റുമോ നോക്കും. ഉണരുന്നില്ലെങ്കിൽ ഞാൻ വിടും. അതൊന്നും മനസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ മാഷല്ലേ, എനിക്ക് മനസ്സിനെ പറ്റി പറയാനില്ല. ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അതിനെ പറ്റി അറിയില്ല. വിമർശനം ഉന്നയിച്ച MLA പാർട്ടിന് പുറത്തായി. ഇപ്പൊ MLA പിന്തുണയ്ക്കുന്ന ഒരാൾക്ക് ഒരു ഇത്തരത്തിൽ പരസ്യമായി പാർട്ടിയെ വിമർശിക്കാൻ അല്ലെങ്കിൽ അങ്ങേക്ക് ഒരു പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയും? നമ്മളങ്ങനെ പരസ്യമായി ഞാനല്ലേ പറഞ്ഞു ഞാൻ ഒറ്റക്കാ പോകുന്നത്. ഞാൻ സ്റ്റേജ് തന്നെ കേട്ടില്ല പ്രസംഗിക്കാൻ. സ്റ്റേജ് കെട്ടിയാൽ ആള് കയറിയിട്ടുണ്ട്. ഞാനൊരു ജീപ്പിന്റെ ബോണ്ടിന്റെ മുകളിൽ കയറിയിട്ടും ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്തായാലും റോട്ടിലേക്ക് നമുക്ക് ഒരാൾ അവിടെ ഉണ്ടാവില്ല. അവരെങ്കിലും കേൾക്കുമല്ലോ. ഇവർ തടുത്തോട്ടെ, എല്ലാവരും തടുത്തോട്ടെ. എനിക്ക് കുഴപ്പമില്ല. ഈ പ്രതിപക്ഷത്തോടുള്ള ഒരു നിലപാട് എന്തായിരിക്കും? കാരണം വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ 150 കോടിയുടെ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഈ പ്രതിപക്ഷമായിട്ടുള്ള നിലപാട് എന്തായിരിക്കും? കാരണം ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വ നെക്സസിനെതിരെ അതിനെതിരെ സംസാരിക്കുന്നത് അതിലെല്ലാവരും ഉണ്ടാവും. ആ നെക്സസിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ധൈര്യമായിട്ട് ഇവിടെ എന്തും ചെയ്തു കളയാമെന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആ ധാർഷ്ട്യമുണ്ടല്ലോ. അതിന് കാരണം ജനങ്ങൾക്കൊരു വിലയില്ല, പാർട്ടി പ്രവർത്തകർക്ക് ഒരു വിലയില്ല, ലീഗുകാർക്ക് ആ പ്രവർത്തകർക്ക് വിലയില്ല, കോൺഗ്രസ് പ്രവർത്തകന് ഒരു വാല്യൂ ഇല്ല. നേതാക്കന്മാർ തമ്മിൽ തീരുമാനിക്കും. കോൺഗ്രസ്സുകാരനെ വളർത്തണം എന്ന് ലീഗുകാരനെ ആരാണ് വെട്ടണം, ആരാണ് നിർത്തണം ലീഗാ തീരുമാനിക്കുന്നത്. ലീഗിലെ ഒരു നേതാവിന് ആണെന്ന് വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആളുകളാണ്. കാരണം അവിടെ പടലപ്പടക്കുണ്ടാക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് വെട്ട്. അത്ര യോജിപ്പ് ആര് തമ്മിൽ? ലീഡേഴ്സ് തമ്മിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇതിന് വലിയൊരു നാശം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളത്തിന് അല്ലാതെ വേറെ ഒരു സ്റ്റേറ്റിൽ ഇത് കാണില്ല. അല്ല, അത് ജനം തീരുമാനിച്ചോട്ടെ. ഞാൻ അതിനെ വേദനയുണ്ട്. ഞാൻ എന്റെ ഡ്യൂട്ടി എന്താ? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഇത് ഞാൻ മനസ്സിലാക്കിയ വിവരം ഞാൻ വിഴുങ്ങി നടക്കില്ല. എനിക്കിപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ പറ്റി ഈ ഷെൽട്ടറിൽ നിന്ന് സുഖമായിട്ട് എനിക്ക് പോകാൻ നിങ്ങൾക്കറിയാലോ. ആരൊക്കെ ഇപ്പോൾ ഞാൻ ശത്രുവാക്കി? ഈ നാട്ടിലെ മുഴുവൻ IPSകാരല്ലേ, അവരുമായി ബന്ധപ്പെട്ട മറ്റാളുകളെ, ഇവരുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കടത്ത് സംഘത്തിനെ മുഴുവൻ, ഇപ്പൊ ഏറ്റവും അവസാനം പാർട്ടി, അതിനു മുമ്പ് മുഖ്യമന്ത്രി. എന്തിനു വേണ്ടിയിട്ടാ? മൗലികമായ ജനങ്ങളുടെ വിഷയം. ഇവരെല്ലാം കൂടെ ഒരുമിച്ചാൽ നാട് കുട്ടിച്ചോറാണ്. അത് കണക്കാക്കിയിട്ടാണ് ഇറങ്ങുന്നത്.
അത് ഞാൻ ഏതെങ്കിലും ബെഞ്ചിന്റെ മുകളിൽ കയറി ഞാൻ ഒന്ന് പറഞ്ഞു നോക്കൊന്നും കൂടെ. താങ്കളിപ്പോ ഒരു ഗൂഗിൾ ഫോം ഇറക്കിയിട്ടുണ്ട്. അതിൽ 7 ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൊതുസമ്മേളനം വെക്കുന്നു, മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പോയി പ്രസംഗിക്കുന്നു. സ്വാഭാവികമായും ഈ ആളുകളുടെ അഭിപ്രായം അറിഞ്ഞ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലക്ഷ്യം വെക്കുന്ന പാർട്ടി അല്ല, അതൊന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. എനിക്ക് നീ അറിയേണ്ടത് ജനങ്ങൾ എവിടെ നിൽക്കുന്നതാണ്. അതൊന്നും അറിയണല്ലോ. ഞാനിങ്ങനെ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനയൊക്കെ പ്രഖ്യാപിച്ച് ബാക്കിൽ ആൾ വേണ്ടേ ഇത് കൊണ്ടുനടക്കാൻ? ഈ പറയുന്ന വിഷയങ്ങളോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടാവുന്ന അറിയാനാ ഗൂഗിൾ ഫോം ഇട്ടത്. നോക്കട്ടെ, ഒരാഴ്ച ഞാനൊന്ന് എൻ്റെ ജില്ലയിലൊന്ന് കറങ്ങി നോക്കട്ടെ, എന്താണ് പ്രതികരണം എന്ന് അറിയട്ടെ, അതിനുശേഷം തീരുമാനിക്കും. അത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആലോചിക്കായികയൊന്നുമില്ല. ഇതിന് ഒരു എൻഡ് വേണ്ടേ? ജനം അതിന് തയ്യാറുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഞാൻ ആലോചിക്കും. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്കുലർ സ്വഭാവമുള്ള ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ സംഘടനയെക്കുറിച്ച് ഞാൻ ആലോചിക്കും. ആളുണ്ടെങ്കിൽ, ആ തരത്തിൽ ആളുണ്ടെങ്കിൽ, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ യുവാക്കൾ ഈ ഐസ്ക്രീം ഇതൊക്കെ ഉള്ള, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ യുവാക്കളുടെ പിന്തുണയാണ് അങ്ങേക്ക് കൂടുതൽ ഉള്ളത്. ഈ പരിപാടിക്ക് വരും എല്ലാ പിന്തുണയും എന്ന് പറഞ്ഞ യുവാക്കളുടെ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഉണ്ടാവുമായിരിക്കും. അത് കഴിയുമ്പോൾ കർഷകർ വരും, അത് വരുമ്പോൾ കർഷക തൊഴിലാളികൾ വരും. ഞാൻ ഈ മലയോര മേഖലയിൽ ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്. ഞാൻ അനവധി തവണ കേരളത്തിലെ നിയമസഭയിൽ ഈ വന്യമൃഗശല്യം ഈ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാ. ഒരു ചുക്കും നടന്നിട്ടില്ല. എന്ത് പറഞ്ഞാലും പറയും കേന്ദ്രം എന്ന്. സ്റ്റേറ്റ് എടുക്കേണ്ട നിലപാട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലേ? 15.5 കോടി രൂപ മുടക്കുമ്പോൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ 5 കോടി ഇല്ല. അവർക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കി, അവരെ AC റൂം ഉണ്ടാക്കി കിടന്നുറങ്ങാൻ ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങുമ്പം നമ്മൾ ഈ മറ്റേ ഈച്ചയൊക്കെ കൊല്ലൂലേ, അതുപോലെ ആന ചവിട്ടി ഞെരക്കുക. ആർക്കാ വികാരം? DFO ചോദിക്കുക 10 ലക്ഷം കിട്ടുന്നില്ലേ? ആര് അഡ്രസ് ചെയ്യുന്നുണ്ട്? എവിടെ പ്രതിപക്ഷം? എവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കർഷക സംഘടനകൾ? 1-2 സമരമൊക്കെ നടത്തി. മതിയോ? വിഷയം എന്റർടൈൻ ചെയ്യണ്ടേ? 10-60 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിയമസഭയിൽ പറയാൻ പറ്റും, പാർട്ടിയോട് പറയാൻ പറ്റും. പിന്നെന്താ പറയാൻ പറ്റുക? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയിൽ പോലെ. ആ സുപ്രീം കോടതിയിൽ ഞാൻ റിട്ട് കൊടുത്തു. അതിന്റെ കോപ്പിയാണ് തന്നത്. ഇനി ഇതാ ഹൈക്കോടതിയിൽ പോകാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലപ്പുറം ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഇത് കണ്ടു നിൽക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പൊട്ടണ്ടേ ഈ രാഷ്ട്രീയക്കാരന്റെ കണ്ണിൽ നിന്ന്? ഈ പാവപ്പെട്ട കർഷകന്റെ ഈ അവസ്ഥ കാണുമ്പോൾ കാട്ടിൽ പോയിട്ട് മരിക്കുമ്പം അവർക്ക് ന്യായമുണ്ട്. വീട്ടിൽ കിടന്നുറങ്ങനെയാണ് ഈ ചവിട്ടി തേക്കുന്നത്. പന്നി കോരി എറിയ ബൈക്കിൽ പോകുമ്പം കുട്ടികളും മക്കളുമായിട്ട്. ഈ പന്നിനെ വളർത്താനാണോ ഈ ഡിപ്പാർട്ട്മെന്റ്? ഇതാണ് ആവാസ വ്യവസ്ഥ? ചോദിക്കണ്ടേ? മലയോര റോഡടക്കം എല്ലാ റോഡുകളും തടസ്സപ്പെട്ട് കിടക്കുക. ഇത്ര തന്നാ മതി, ഒരടി തരൂല്ലവര്. 145 കോടി റുപ്യന്റെ പ്രൊജക്ട് നിലമ്പൂരിൽ കിടക്കുക. ഇവർ തരാത്തോണ്ട് 5 സെന്റിലെ പാവങ്ങൾ ഫ്രീ ആയിട്ടാ 1 സെന്റും 1.5 സെന്റും മലയോര ഹൈവേക്ക് തരുന്നത്. റോട്ടിൽ നിന്ന് വീട്ടിലേക്കാണ് കയറുന്നത്. മുറ്റം എന്ന് പറയുന്ന ആകെ 1.5 മീറ്റർ 2 മീറ്റർ ഉണ്ടായിരുന്നത്. അതും പോയി മുറ്റത്തിന്റെ മതിലിന്റെ ചുമരും വീടിന്റെ ചുമരും ഒന്നാ. റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പാവങ്ങൾ തരുന്നുണ്ട്. എന്നിട്ട് നാട്ടിലെ മുഴുവൻ മരം മുറിച്ച് ഈ കെട്ടിടം മുഴുവൻ ഉണ്ടാക്കി. അതിന് യാതൊരു ആവാസ വ്യവസ്ഥയ്ക്കും പ്രശ്നമില്ല. ഇതെന്ത് നീതിയാ? എന്താ ആരും മിണ്ടാത്തത്? എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്ക് ഒരാളിതിൽ പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്റെ പരിമിതി എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. 10-60 മണ്ഡലങ്ങൾ അത് ബാധിക്കുന്നുണ്ട്. ആ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്യും. ജനങ്ങളായിട്ട് സംസാരിക്കും. ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും. അത് കാലികമായിട്ട് മാറ്റം വരുത്തണം. ജനങ്ങളെ സംരക്ഷിക്കണം. അതിന് തയ്യാറുള്ളവരുമായി കൂടിച്ചേരും. ഇങ്ങനെയുണ്ട്. അതൊരു വെള്ളരിക്ക പട്ടണം. ഇവർ ഈ നെക്സസ് ഉണ്ടാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടെ കുട്ടികളെയും മക്കളെയും അവരുടെ ബിസിനസ്സും ഒക്കെ ഓക്കെ. ജനങ്ങൾക്ക് ഒരു നീതിയില്ല. ജനം മിണ്ടാൻ പാടില്ല. അപ്പ ഭരണഘടന, അപ്പ നിയമം, അപ്പ പാർലമെന്റ്. വേറൊന്നിനും ഇത് ബാധകല്ല. അവർക്ക് ഇതൊന്നും ബാധകല്ല. ആ നെക്സസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി എനിക്കെന്ത് ബാരിക്കേഡ്? പുറത്താക്കിയതാലും വാച്ച്മാന്റെ പണിയും പോയി.
വിവരല്ലോലുണ്ടെങ്കിൽ പറയട്ടെ. അത് അടിമകളല്ലാത്തവർ മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടോ നോക്കുന്നു. ഇങ്ങനെയുണ്ടോ ഒരു അടിമത്തം? ഈ അടിമത്തം എവിടെ പോയിട്ട് അവസാനം? ഈ കപ്പൽ ഒന്നായിട്ട് മുങ്ങാൻ പോവല്ലേ? ആ കപ്പൽ ഒന്നായിട്ട് മുങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഓട്ടിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കയറുമ്പോൾ നോക്കുമല്ലോ, ഇതിന്റെ മെയിൻ സ്ട്രക്ചറിന് തകരാറുണ്ടോ, ഷീറ്റിന് തകരാറുണ്ടോ എന്നൊക്കെ നോക്കും എപ്പോഴാ കുറച്ച് വെള്ളം കയറുമ്പോൾ. അല്ലാതെ ഒരു വലിയൊരു പാളി തന്നെ പൊളിഞ്ഞു ചാടിയ കപ്പലേ മുങ്ങിപ്പോവും. ആ പാളിക്ക് ഇപ്പുറത്ത് ഒരു ഹോളിട്ട് ഞാൻ കുറച്ച് വെള്ളം കയറട്ടെ ഈ കപ്പലിന്റെ ഉള്ളില്. അപ്പൊ കപ്പിത്താന്മാരൊക്കെ ശ്രദ്ധിക്കുമല്ലോ, ഈ കപ്പൽ വീക്കായി തുടങ്ങിയിട്ടുണ്ട്, പല സ്ഥലത്തും വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ഈ കപ്പലിനെ കരക്കടിപ്പിച്ചത് റിപ്പയർ ചെയ്യും. ആ ഒരു പണിയാണ് ഞാൻ എടുത്തത്. അതിന് ഞാൻ തന്നെ കപ്പൽ മുക്കുന്നവനാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഈ CPM സംവിധാനത്തിൽ നിന്ന് ഇങ്ങനെ തടയപ്പെട്ട ആളുകൾ പറയട്ടെ, അവരിൽ ആരെങ്കിലും താങ്കൾക്കൊപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാനിതിലാകെ പ്രതീക്ഷിക്കുന്ന യുവാക്കളെയാണ്. പിന്നെ ഈ പറയുന്ന ഇവരുടെ തിന്മക്ക് വിധേയമായ, ഈ രാഷ്ട്രീയ കോക്കസിന്റെ ഭാഗമായി തിന്മക്ക് വിധേയമായ ഇവിടുത്തെ പറയുന്ന ഈ മലയോര കർഷകരും അവിടെ ജീവിക്കുന്നവരും ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും വൈകുന്നേരം വരെ ഓടി 1000 റുപ്യൊക്കെ ഓടുക. അതിൽ 500 റുപ്യ ഡീസലും ടയറിന് തേയ്മാനമായി കഴിഞ്ഞ് 200 റുപ്യക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും. പിന്നെ 300 റുപ്യ ഉള്ളത്. ആ 300 റുപ്യ ഒരു ദിവസം ബാക്കിയായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ് 2000 3000 എന്താ പറയാ ഫൈനിട്ട് കൊടുത്തിട്ട് അവന്റെ മൂന്തമ്മ ഒട്ടിച്ചിട്ട് പോകുന്ന പോലീസുകാർ. എന്താണ് സാറേ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത് നിന്നെ ഒന്നോട് പറഞ്ഞിട്ട് കേട്ടില്ല, ഇത് അവിടുന്ന് മോളുന്നില്ല, ഗവൺമെന്റിന്റെ ഓർഡറാണ് അല്ലേ. എത്ര എണ്ണം ഈ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ടാവും? അപ്പൊ അതാണ് വിഷയം. ഇതൊക്കെ പറഞ്ഞാൽ ഞാനെന്തോ ആയിക്കോട്ടെ. മറ്റേ അച്ചടി ഭാഷയും ആ എഴുതി വെച്ച സംഗതി ഉണ്ടല്ലോ, ഞാൻ അച്ചടി ഭാഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാഷ കളിയാക്കി പറയല്ലോ കേട്ടോ. അദ്ദേഹം ആ ഭാഷയിലാണ് സംസാരിക്കുക. ആ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടും PV അൻവർ അത് മാനിക്കാതെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതാ പറഞ്ഞത്, നമ്മളെല്ലാം മാനിച്ചിട്ടുണ്ട്. ഞാൻ ആ അഭ്യർത്ഥന വന്നപ്പോൾ ഞാൻ സ്റ്റോപ്പ്. എനിക്ക് പിന്നെ പ്രദേശ പാർട്ടിയിലാണ്. അന്വേഷണം ഈ പറഞ്ഞ രീതിയിൽ നടക്കുന്നില്ല. പിന്നെ വരുന്നു, മാഷ് നോക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു ശശിയെ പറ്റി പറഞ്ഞ പരാതിയിൽ 10-40 വർഷമായിട്ട് ശശി ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചല്ലേ. ശശി നല്ല സഖാവാന്ന് അറിയാലോ. അപ്പൊ ആ പരാതിയോ അതിൽ കഴമ്പൊന്നുമില്ലെന്ന്. പിന്നെ ഞാൻ എന്താ കാത്തിരിക്കണം? അപ്പൊ ഞാൻ പറഞ്ഞതാണ് പ്രശ്നം, വേറെ ഒന്നും പ്രശ്നമല്ല. എന്റെ പൊന്നനുമാനം, ഞാൻ കൊടുത്ത കത്ത് നാളെ നിങ്ങൾക്ക് തരും, നിങ്ങൾ വായിച്ചു നോക്ക്, മലയാളല്ലേ. ആയിക്കോട്ടെന്ന്. ഞാൻ അന്ന് കൊടുത്ത കത്തല്ലേ. ഞാനിപ്പോ എത്ര ദിവസമായി, ഞാനതൊക്കെ ഏകദേശം മറന്നാണ്. നീ ഒന്ന് റെഫ്രഷ് ചെയ്ത് ഏതെല്ലാം സാധനങ്ങൾ തരുന്നുണ്ട്, നിങ്ങൾ പരിശോധിച്ചോ. ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, മറുനാടൻ മലയാളിക്കെതിരെയാണ് PV അൻവർ പോരാട്ടം തുടങ്ങിയത്. ഇപ്പോൾ അതേ മറുനാടൻ മലയാളി ഉന്നയിച്ച ആരോപണങ്ങളാണ് പാർട്ടിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ ഉന്നയിക്കുന്നതെന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത്. അല്ല, ആ മറുനാടനെയാണല്ലോ മിനിയാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഹത്വവൽക്കരിച്ച്. അവനെതിരെ നടപടി എടുക്കാത്തതാണ് അൻവറിന്റെ പ്രശ്നം അല്ലേ. ഇനിയിപ്പോ മാഷ് അങ്ങനെ പറഞ്ഞോണ്ട് എന്താ കാര്യം? ആയിക്കോട്ടെ. ഈ ഒരു പ്രസ്ഥാനത്തിനും പോലീസ് എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? മോഹൻകുമാർ എന്ന് പറഞ്ഞ കന്യാകുമാരിയിലെ ട്രിവാൻഡ്രത്തിന്റെ ബൗണ്ടറിയിലെ DYSP കുറിപ്പെഴുതി വെച്ചിട്ടാ മരിച്ചത്. എത്ര കുടുംബമില്ലാതാക്കിയിട്ടുണ്ട് അവൻ, എത്ര മാന്യന്മാരെ അപമാനപ്പെടുത്തിയിട്ടുണ്ട് അവൻ. രാഷ്ട്രീയ മറ്റേ വർഗീയത മാത്രമല്ലല്ലോ, അവന് പിരിവ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ ടാർഗറ്റ് നിശ്ചയിച്ചിട്ട് അങ്ങോട്ട് നശിപ്പിച്ച് കളയല്ലേ. അവനെ പൊക്കി പിടിക്കേണ്ട ഗതികേട് എനിക്ക് വേണ്ടി വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ ജനം തീരുമാനിക്കട്ടെ എന്ന്. മാഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വിഡിത്തന്നല്ലാതെ അതിലെന്ത് പറയാനാ? ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. എന്താ കാര്യം? മാറിയിട്ട് എന്താ കാര്യം? ഇവനിപ്പൊ ഇരിക്കുന്ന കസാല അടുത്ത കസാലയ്ക്ക് ഇരിക്കുന്നില്ലല്ലേ. ഈ പോലീസ് ആകെ വിജിലൻസും ഈ പറയുന്ന ക്രൈംബ്രാഞ്ചും ഈ പറയുന്ന ഇന്റലിജൻസും IB ഒക്കെ ഭരിക്കുന്നത് ഇവൻ തന്നെയല്ലേ. അവൻ ഇരിക്കുന്ന കസാലയിൽ നിന്ന് മറ്റേ കസാലയിലേക്ക് മാറി ഒരു കാര്യമില്ല. സഖാവ് വിനോവിഷം മനസ്സിലാക്കേണ്ടതാ. PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കയറാനുള്ള അവന്റെ അവകാശമാണ് ഇപ്പൊ കട്ട് ചെയ്യേണ്ടത്. എന്റെ ആവശ്യം ഡിസ്മിസ് ചെയ്യില്ല, പക്ഷെ സസ്പെൻഡ് ചെയ്യാൻ ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല. ഡിസ്മിസ് ചെയ്തിട്ട് സർക്കാരിന്റെ ഫോണും മെയിലും ഇവിടെ വാങ്ങി വെച്ചിട്ട് പുറത്തു നിർത്തണം. എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്കാം. അല്ലാതെ അവനെ മാറ്റി നിർത്തണ ആ സ്റ്റേറ്റ്മെന്റൊക്കെ ഞാൻ എന്നാ വിട്ടല്ലോ. വെറുതെ മനുഷ്യൻ വെടിയാവുന്നല്ലാതെ. ഇപ്പൊ നീ ആ പൂരം കളിക്കല്ലേ, വലിയ അന്വേഷണം എന്താ നടക്കുന്നത്? എന്ത് പ്രശ്നം, എന്ത് നടപടികൾ സ്വീകരിക്കുക? 2 PRO എത്ര ദിവസമായി നിങ്ങൾ വാർത്ത കൊടുക്കുന്നത്?
അതൊക്കെ നിങ്ങൾ നിർത്തേണ്ട സമയം കഴിഞ്ഞത് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് ദയവായി നിങ്ങൾ സമയം കളയരുത്. വിമർശനം ഉന്നയിക്കുന്നു, അതിൽ നടപടി എടുക്കുന്നു, പാർട്ടി പുറത്താക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് മുന്നോട്ട് വരും, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരം കൂടി ഇന്ത്യയിൽ വരുമ്പോഴേക്കും അയാളെ എനിക്കറിയില്ല. ഈ ബി.ജെ.പി. നേതൃത്വം കുറേ ദിവസങ്ങളായിട്ട് കാര്യമായിട്ടൊന്നും പ്രതികരിക്കുന്നില്ല ഈ വിഷയങ്ങളിൽ. അപൂർവമായിട്ട് നെക്സസ്, ഇതാണ് നെക്സസ്, ഇതാണ് അവിഹിത ബന്ധം, ഇതാണ് രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ അന്തർധാര. അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കുറെ പൊട്ടന്മാര്. താങ്കൾക്ക് പിന്തുണയായിട്ട് ആരെങ്കിലും വന്നു കേരള രാഷ്ട്രീയത്തിൽ? താങ്കൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ ഏതെങ്കിലും നേതാക്കൾ രഹസ്യമായിട്ടോ സൗഹൃദപരമായിട്ടോ ഇതുവരെ സംസാരിക്കുന്നില്ല? എന്റെ അനുമോദേ, നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ ഇരിക്കണേ? ഞാൻ ഈ പറയുന്ന വിഷയത്തിൽ ഒരു കഴമ്പില്ലാതെ ആരും ശ്രദ്ധിക്കില്ല. നിങ്ങൾ ഇരിക്കുവോ? രാവിലെ വന്നാലേ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അത് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ അതിന്റെ മറുപടി. ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരൊക്കെ ഏരിയ തലത്തിലൊക്കെ പ്രതിഷേധം നടത്തുന്നത് അത് താങ്കൾ പറഞ്ഞവർ ഉൾക്കൊള്ളാത്താണോ അതോ ഈ പാർട്ടി ലൈനിൽ അടിമപ്പെട്ടാണോ? ഇതുകൊണ്ടാണോ? I don't know. No idea about that. നമുക്ക് അവസാനിപ്പിക്കാം. കൊണ്ടോട്ടി പോവാ. അപ്പൊ ചലോ മാർച്ച് നേരെ നീറാട്. തട്ടാന്റെ വീട്ടിന്റെ മുമ്പിൽ നേരെ അവിടെ എത്തും.